ഇതുപോലത്തെ ഒരു ഹോബ്, ഇതുപോലത്തെ ഹോബുകളാണല്ലോ കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്. അപ്പോ ഇതുപോലത്തെ ഒരു ഹോബ് മേടിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോവോ, പെട്ടെന്ന് പൊട്ടിപ്പോവോ എന്നുള്ളൊക്കെയുള്ള കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഗ്ലാസിന്റെ ഒരു ടെസ്റ്റിംഗ് നമ്മൾ നടത്താൻ പോണം. എത്രത്തോളം വെയിറ്റ് താങ്ങും, അതുപോലെ തന്നെ ഇത് എന്തൊക്കെ കാരണം കൊണ്ടിട്ടായിരിക്കും ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഈ ഗ്ലാസ് ഇങ്ങനത്തെ ഇത് ബ്രേക്കേജ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ പുറത്ത് ഇപ്പൊ ഹോബ് ഇരിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ പുറത്ത് ഇപ്പൊ എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 80-85 വെയിറ്റ് ഉണ്ടാവും. ഞാൻ അതിന്റെ പുറത്തേക്കാണ് കയറി നിൽക്കുന്നത്. കണ്ടില്ലേ, 85 kg ആണ് ഗ്ലാസിന്റെ പുറത്ത് കയറിയിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ഗ്ലാസ് അല്ല, ഒരിക്കലും ഇതൊരു പ്ലെയിൻ ഗ്ലാസ് അല്ല, അതുപോലെ നിറച്ച് ഹോൾസ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ടെമ്പറർ ഗ്ലാസുകൾ അല്ലെങ്കിൽ നോർമൽ ഗ്ലാസ് ഏതായാലും പൊട്ടിപ്പോവും വെയിറ്റ് കയറി കഴിയുമ്പോൾ. അപ്പൊ ഈ ഒരു വെയിറ്റ്, എന്റെ വെയിറ്റ് ഫുള്ള് ഈ ഒരു ഹോബ് താങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് താങ്ങുന്നുണ്ട്. അപ്പൊ അത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഈ ഗ്ലാസിന്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും നമുക്ക് ഇതിന്റെ ബ്രേക്കേജിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന്റെ മുകളിലേക്ക് എന്തെങ്കിലും വന്ന് വീഴുമ്പോ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ, ഇത് കൂൾ ഡൗൺ ആണ്. ഇപ്പൊ ഈ ഗ്ലാസ് കൂളായിട്ടിരിക്കുകയാണ്, ചൂടല്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലാസിന്റെ പുറത്തേക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഇത്രയും മേളിൽ നിന്ന് ഇടാൻ പോവുകയാണ്. ഗ്ലാസ് പൊട്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല, നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഗ്ലാസ് പൊട്ടിയിട്ടില്ല. ഇനി അടുത്തത്, ഇനി ഒരു സ്ക്രൂ ഡ്രൈവർ വെയിറ്റ് കുറവല്ലെന്ന് വിചാരിക്കണ്ട. നമ്മൾ അടുത്തത് അതിനേക്കാളും ജാമ്പവാന്റെ കാലത്തുള്ള ഒരു ടൂളാണ്, പോയിന്റ് ജമ്പർ എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഇടാൻ വേണ്ടിയാണ്. ഇത് ഇടുമ്പോഴും പൊട്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. കുത്തി അങ്ങനെ നമ്മളെ നോക്കിക്കോട്ടാ. പൊട്ടിയില്ലേ? അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം ഷാർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഉറപ്പായിട്ടും പൊട്ടും. ഗ്ലാസ് ആണ്, പൊട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടും, ഉറപ്പായിട്ടും പൊട്ടും. പക്ഷേ ചെറിയ ഐറ്റംസ് എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടത്തില്ല. നേരെ മറിച്ച് ഷാർപ്പായിട്ടുള്ള ഐറ്റം വന്ന് വീണ് കഴിഞ്ഞാൽ ആ ഗ്ലാസ് പപ്പടം പൊട്ടോലെ പൊട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ചൂടായിട്ടിരിക്കുമ്പോൾ, നല്ല ഹീറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ഒരു സാധനങ്ങൾ വന്ന് വീഴാനോ അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് തൂക്കാനോ ശ്രമിക്കരുത്. അങ്ങനെ വന്നാൽ അതിന്റെ ടെമ്പർ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ശ്രദ്ധിക്കുക. ഗ്ലാസ് ഹോബ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മൾ കുറച്ച് കെയറിങ് മാത്രം കൊടുത്താൽ മതി. ഗ്ലാസ് ആണ്, പൊട്ടില്ല എന്ന് പറയുന്നില്ല, പൊട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് യാതൊരു പ്രശ്നമില്ലാതെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ലൈഫ് ലോങ്ങിലേക്ക്. താങ്ക് യു.